ചുരിക ഓൺലൈൻ മീഡിയയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ശ്രീ വിശ്വമൂർത്തി ക്ഷേത്രം വട്ടോളിയിലാണ്. ഈ ഒരു ഉത്സവാഘോഷവും മണ്ഡലപൂജയും ഈ വർഷം അടുത്ത മാസം മുതൽ നടക്കുകയാണ്. ഇതിന്റെ ഈ ഒരു ആഘോഷ കമ്മിറ്റിയുടെ സെക്രട്ടറി പ്രിയപ്പെട്ട വിനോദേട്ടനുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ഇതിന്റെ ഉത്സവ ആഘോഷവും മറ്റുള്ള കാര്യങ്ങളും ചോദിച്ചറിയാം. നമസ്കാരം. ഇതിനോട്ട് ഈ ഒരു ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തെ കുറിച്ച് ഞാൻ കേട്ടത്, അതായത് ധന്വന്തരി ഈ പ്രതിഷ്ഠയാണ് പ്രാധാന്യമായിട്ടുള്ളത്. എത്ര വർഷത്തിൽ പഴക്കമുണ്ട് ഒരു ക്ഷേത്രം? ഏകദേശം 50 വർഷത്തിന്റെ അടുത്ത് കളബ്രണ്ടി ക്ഷേത്രത്തിൽ ഒരു 5 പ്രതിഷ്ഠയാണ്. 5 പ്രതിഷ്ഠയാണ്. അതില് പ്രാധാന്യമുള്ളത് അത് ധന്വന്തരിയാണ്. മറ്റ് ദേവന്മാർക്കും തുല്യ പ്രാധാന്യമുള്ള ക്ഷേത്രമാണ്. പക്ഷെ എങ്കിൽ കൂടി ഇതൊരു ആയുർവേദ അധിപനായ ധന്വന്തരിക്കാണ് വിഷ്ണുവിന്റെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ അപൂർവ ക്ഷേത്രങ്ങളുണ്ടോ കേരളത്തിൽ? അങ്ങനെ കൃത്യമായിട്ട് പറയില്ല. തൃശ്ശൂർ പോലെയുള്ള ചില സ്ഥലങ്ങളിൽ ഇവിടെ വന്നാൽ രോഗം ഭേദമാവും എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ രോഗഭയം മാറും എന്നാണ്. എങ്ങനെയാണ് രോഗം ഭേദമാവുമെന്ന് നമുക്ക് പറയാൻ നമ്മൾ ആളല്ല ഭഗവാന്റെ അടുത്ത്. പക്ഷെ നമ്മൾ ഇവിടെ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും രോഗഭയം അകറ്റും. അതുപോലെ തന്നെ ഏകദേശം അങ്ങനെ നേർച്ചയായിട്ടാണ് ആൾക്കാർ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ രോഗത്തെക്കാൾ ഭയപ്പെടേണ്ടത് രോഗഭയം തന്നെയാണ്. ഇത് വട്ടോളിയാണ്. വട്ടോളി നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന് നേരെ ഒരു 100-150 മീറ്റർ. പുതുശ്ശേരി ഇല്ലത്ത് ചെറിയ നാരായണൻ തിരുമേനി, അതാണ് ഞങ്ങൾ അദ്ദേഹത്തിന്റെ കർമ്മീയത. അദ്ദേഹമാണ് ഇതിന് മുഴുവൻ എല്ലാ കാര്യത്തിലും അദ്ദേഹം വളരെ കൃത്യമായി ഞങ്ങൾക്ക് നിർദ്ദേശം തന്നുകൊണ്ടിരിക്കും. ജനങ്ങളുടെ സഹകരണമൊക്കെ എങ്ങനെയാണ്? ജനങ്ങൾ തന്നെയാണ് നടത്തുന്നത്. കെ നാരായണ വൈദ്യർ എന്നുള്ള വ്യക്തിയാണ് ഉണ്ടാക്കി തുടക്കം കുറിച്ച്. അതിനുശേഷം ജനങ്ങൾ വേറെ കാലമായിട്ട് ജനങ്ങളാണ്. ഇപ്പോൾ ഇതിന്റെ പ്രസിഡന്റായിട്ട് രകേഷ് ഭട്ട്, അധ്യാപകനാണ് രകേഷ് മാഷ്, സെക്രട്ടറി ആയിട്ട് രാജേന്ദ്രൻ എന്നയാളാണ്. ഈ ക്ഷേത്രമായിട്ട് സമീപ പ്രദേശത്തായിരിക്കും ഒരു രോഗഭയം ഉണ്ടാവാൻ സാധ്യത ഇല്ല. എല്ലാവരും സന്തോഷം, ഒരു പൊതുവെ സന്തോഷമാണ്. ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് ഒന്ന് നോക്കിക്കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ ഈ ഒരു രോഗഭയത്തിന് എന്താണ് ഇവിടെ വന്നാൽ ഭക്തർ ചെയ്യേണ്ടത്? ധന്വന്തരി വിശേഷാൽ പൂജ. അതിന് സാധാരണഗതിയിൽ ആ പൂജ കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു പ്രസാദം ഉണ്ട്. അത് ഡോക്ടർമാരുടെ ഈ തന്ത്രിന്റെ നിർദ്ദേശപ്രകാരം ഡോക്ടർക്ക് മേൽനോട്ടത്തിൽ ഉണ്ടാകുന്ന ഈ കഷായ തീർത്ഥം അത് ഇവിടുന്ന് ആ സമയത്ത് തന്നെ കിട്ടും. ആ സമയത്തും പൂജിച്ചു കൊടുത്തത്. ഇത് എല്ലാ ദിവസങ്ങളിലും ഇത് ഈ വിശേഷാൽ പൂജ നടക്കുന്നത് ഒരു മാസത്തിൽ ആദ്യത്തെ വ്യാഴാഴ്ചയാണ്. രോഗാവസ്ഥയിൽ നിൽക്കുന്ന രോഗിക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇവിടെ ആവശ്യപ്പെട്ടാൽ സാധാരണ ഓഫീസ് ക്ലർക്കോടും പറഞ്ഞാൽ അവരുടെ നിർദ്ദേശം പിറ്റേ ദിവസം അതിന്റെ സംവിധാനം ചെയ്തു. അതിന് സാമ്പത്തിക ചെലവുകളൊക്കെ 1000 രൂപയാണ് ചെലവ്. അതിന് പ്രത്യേക പൂജയാണോ? അതെ, വിശേഷാൽ പൂജ തന്നെയാണ് ചെയ്യുന്നത്. അതിനെന്തായാലും തീർച്ചയായിട്ടും ഈ ഒരു നമ്പറിൽ ബന്ധപ്പെട്ടാൽ തീർച്ചയായിട്ടും കൂടുതൽ, അതായത് ഈ ഒരു രോഗം കൊണ്ടും രോഗഭയം കൊണ്ടും ബുദ്ധിമുട്ടുന്ന ജാതിമത ഭേദമന്യേ എല്ലാവർക്കും ഈ ഒരു നമ്പറിൽ ബന്ധപ്പെട്ടിട്ട് നമ്മുടെ വട്ടോളി ധന്വന്തരി ക്ഷേത്രത്തിൽ വന്നിട്ട് രോഗഭയം മാറ്റാം. നമസ്കാരം. നമ്മളിന്ന് പരിചയപ്പെട്ടത് രോഗികൾക്ക് ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഷായ തീർത്ഥം നൽകി രോഗശമനവും രോഗഭയവും മാറ്റുന്ന കോഴിക്കോട് ജില്ലയിൽ തന്നെ ഏക ക്ഷേത്രമായ വട്ടോളിയിലെ ശ്രീ വിശ്വമൂർത്തി ക്ഷേത്രമാണ്. നമ്മുടെ ഇടയിലുള്ള രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ഇത് ഒരു ആശ്വാസമായെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഏറ്റവും വലിയ ഒരു ഉപകാരമാണ്. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഉത്സവാഘോഷങ്ങളും മറ്റ് വിശേഷങ്ങളും അടുത്ത ഒരു അധ്യായത്തിൽ നമുക്ക് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.